നമസ്കാരം. 4 മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വരിക്കാരുടെ എണ്ണത്തിൽ BSNLന് ഇടിവ് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈയിൽ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ താരിഫ് വർധനയ്ക്ക് ശേഷമുള്ള 4 മാസത്തിനിടെ മാത്രം 68 ലക്ഷം പുതിയ വരിക്കാരെയാണ് BSNL നേടിയെടുത്തത്. എന്നാൽ നവംബറിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 3.4 ലക്ഷം വരിക്കാരെ നഷ്ടമായിട്ടുമുണ്ട്. ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയതോടെ കുറഞ്ഞ നിരക്കിൽ വിവിധ പ്ലാനുകൾ അവതരിപ്പിക്കുന്ന BSNLിലേക്ക് സബ്സ്ക്രൈബർമാർ ചേക്കേറിയിരുന്നു. എന്നാൽ മിക്കവരും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ നേരിട്ടതിനാൽ എയർടെൽ, ജിയോ പോലുള്ള സ്വകാര്യ ടെലികോം കമ്പനികളിലേക്ക് തന്നെ വീണ്ടും പോർട്ട് ചെയ്തു. ജൂലൈയിൽ മറ്റ് ടെലികോം കമ്പനികളിൽ നിന്ന് നിരവധി പേർ BSNLിലേക്ക് പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ BSNLന്റെ 4G ലോഞ്ച് പൂർണ്ണമല്ലാത്തതും 5G അവതരിപ്പിക്കാനാകാത്തതും വരിക്കാരെ നിരാശരാക്കിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് BSNL പരിഹാരം കാണാൻ ഒരുങ്ങുന്നതായാണ് സൂചന. നെറ്റ്വർക്ക് പ്രശ്നങ്ങളും കോൾ മ്യൂട്ട് പ്രശ്നങ്ങളുമൊക്കെ ഫെബ്രുവരിയോടെ പരിഹരിക്കുമെന്ന് കമ്പനി അധികൃതർ പറയുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ഗുണനിലവാരം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉപയോക്താക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാക്കിയ സാഹചര്യത്തിലാണിത്. ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്വകാര്യ ടെലികോം കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ ഉയർത്തിയതാണ് പെട്ടെന്ന് കുറെ പേർ BSNL നെറ്റ്വർക്കിനെ ആശ്രയിക്കാൻ കാരണമായത്. നിരവധി വരിക്കാർ BSNLിലേക്ക് മാറിയിരുന്നു. എന്നാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ മൂലം പിന്നീട് നിരവധി പേർ BSNL വിടുകയും ചെയ്തു. 2024 ജൂലൈയിൽ 0.31 ദശലക്ഷം ഉപയോക്താക്കൾ മാത്രമാണ് BSNL വിട്ടത്. ഓഗസ്റ്റിൽ ഇത് 0.26 ദശലക്ഷമായിരുന്നു. സെപ്റ്റംബറിൽ 0.28 ദശലക്ഷമായിരുന്നത് 2024 ഒക്ടോബറിൽ 0.51 ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട്. 4 പ്രധാന ടെലികോം കമ്പനികൾ താരതമ്യം ചെയ്താൽ BSNLാണ് ഏറ്റവും മോശം കണക്ടിവിറ്റി ഉള്ളത്. MTNLന്റെ കോൾ ഡ്രോപ്പ് നിരക്കുകൾ 7.23% ഉയർന്നതാണ്. അതേസമയം ജിയോ ഉൾപ്പെടെ മറ്റ് ടെലികോം കമ്പനികൾക്ക് ഇത് 0.27% താഴെയാണ്. BSNL അതിന്റെ നെറ്റ്വർക്കിലെ സ്പാം കോളുകൾ തേടുന്നതിനുള്ള സാങ്കേതിക വിദ്യ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. BSNLന്റെ തദ്ദേശീയ നെറ്റ്വർക്ക് ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ സ്വകാര്യ ടെലികോം ദാതാക്കളേക്കാൾ മികച്ചതായിരിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുമാണ് കമ്പനിയുടെ അവകാശവാദം. നെറ്റ്വർക്ക് പ്രശ്നങ്ങളും കോൾ മ്യൂട്ട് പ്രശ്നങ്ങളും ഒക്കെയാണ് BSNLന് പാരയായത്. വരും മാസങ്ങളിൽ BSNLന്റെ 4G സേവനങ്ങൾ ഔപചാരികമായി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നെറ്റ്വർക്ക് വിവിധ മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. 4Gയും 5G നെറ്റ്വർക്കും പൂർണ്ണമായി ആരംഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരേയൊരു പ്രധാന ടെലികോം സേവന ദാതാവാണ് BSNL എന്നത് ശ്രദ്ധേയമാണ്. താരിഫ് വർധന മൂലമുണ്ടായ നേട്ടം BSNLന് പതിയെ നഷ്ടമാകുമെന്നും വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 4 മാസത്തിനിടെ 1.65 കോടി വരിക്കാരെ നഷ്ടപ്പെട്ട റിലയൻസ് ജിയോയ്ക്ക് നവംബറിൽ 12.12 ലക്ഷം വരിക്കാരെ പുതുതായി ലഭിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ 19.28 ലക്ഷം വരിക്കാരെ നേടിയ എയർടെൽ കമ്പനിക്ക് നവംബറിൽ 11.36 ലക്ഷം വരിക്കാരെ നഷ്ടമായി. 4 മാസത്തിനിടെ 68.19 ലക്ഷം കണക്ഷനുകൾ നഷ്ടമായ വോഡാഫോൺ ഐഡിയയ്ക്ക് ഇക്കുറി 15.02 ലക്ഷം പേരെ കൂടി നഷ്ടമായിട്ടുണ്ട്. കേരളത്തിൽ BSNLന് 23,990 ഉപയോക്താക്കളെയാണ് നഷ്ടമായത്.